സിഎം സാർ മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? പിന്നെ ബാറ് 12 മണി വരെ തുറക്കാം, പരിപാടി 10 മണി വരെ പാടുള്ളൂ എന്ന് പറയുന്നതിനെ കുറിച്ച് വലിയ ആക്ഷേപം വന്നിട്ടുണ്ട്. അപ്പൊ അത് ഗൗരവതരമായി പരിശോധിക്കേണ്ടതാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടി അവിടുത്തെ ചടങ്ങ് കഴിയുമ്പോൾ തന്നെ 8 മണി 9 മണി കഴിയും. പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല. വലിയ പരാതിയാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യും, സംശയം ആ കാര്യം വേണ്ട. കേരളത്തിലെ ഇത്തരം പരിപാടികൾ നടക്കുന്നത് അങ്ങനെ ഉത്സവപ്പറമ്പുകളിലും പെരുന്നാൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് കലാപരിപാടികളും കാര്യങ്ങളും നടക്കേണ്ടത്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും. നിങ്ങളോട് പറഞ്ഞു 4 കോർപ്പറേഷൻ ഉറപ്പാന്ന് പറഞ്ഞു. കിട്ടിയോ? 4 കോർപ്പറേഷൻ 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പാണ്. ചിലപ്പോൾ 8ഉം 9ഉം കിട്ടുമെന്ന് പറഞ്ഞു. ശരിയാണ്. 8ാമത്തത് കാസർഗോഡ് 1 സീറ്റിന് പോയി, 9ാമത്തെ തിരുവനന്തപുരം 2 സീറ്റിന് പോയി. 55% ഗ്രാമപഞ്ചായത്ത് കിട്ടുമെന്ന് പറയും. 59 കിട്ടി. 60% മുനിസിപ്പാലിറ്റി കിട്ടുമെന്ന് പറയും. 64 കിട്ടി. അതൊന്ന് എടുത്ത് നോക്ക്. അതുപോലെ തന്നെയാണ് പറയുന്നത് 100ൽ കൂടുതൽ സീറ്റ് കിട്ടും. ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും. നിങ്ങൾ ഒരു ചോദ്യത്തിന് മറുപടി നിങ്ങൾ ഇനി ചോദിക്കണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും. ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയിൽ നിങ്ങൾ എന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ടായിരുന്നു. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിലധികം നിങ്ങൾ ഒരു ചോദ്യത്തിന് മറുപടി എല്ലാവരും പരിപാടി കയ്യിലേക്കാം. മീറ്റിംഗ് കളിക്കാൻ പറ്റിട്ടു അല്ലല്ല ഞാൻ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ചോദിക്കാൻ പോയത് ഭയങ്കര രസമായിരിക്കല്ലോ. ഇത് ഒരു മൂടില്ല. അവർ മൈൻഡ് ചെയ്യണം. നമ്മളെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ മൈക്കിൽ കയറിയപ്പോ ഒരു രക്ഷയില്ല. ഈ ഓഡിയൻസിന് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് എന്റെ ഭാഗ്യമോ, സംസാരിക്കണവന്റെ ഭാഗ്യമോ കേട്ടോണ്ടിരിക്കാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിർത്തിപ്പോയത്. അപ്പൊ ഞാൻ വെറുതെ ഒരു അടിയടിച്ചു. ഈ ഉദ്ഘാടന പരിപാടിയിൽ എന്തൊരു വൈബാണെന്ന്. ഒരു വൈബും ഉണ്ടായില്ല. വെറുതെ പറഞ്ഞ ഞാൻ അതുപോലത്തെ നോണയൊക്കെ പറയും. ചെയ്തു തുടങ്ങി. വീടുകളുടെ സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട്. അല്ലല്ല, അതൊക്കെ ആ പ്രൊസീജിയർ ഇല്ലാണ്ട് അവിടെ കംപ്ലീറ്റ് സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി. നിങ്ങൾ നിങ്ങൾ വെച്ച സർക്കാർ വെച്ച കേക്ക് അല്ലല്ല, ഇത് ഡിവൈഡ് ചെയ്യണ്ടേ ആദ്യം. ഈ ഇത്ര സെന്റ് വെച്ച് അല്ലല്ല, അതിപ്പോ തൽക്കാലത്തേക്കുള്ള നമ്മളിപ്പോ മറയൊക്കെ ഇട്ടിട്ട് ചെയ്യുമല്ലോ സാധാരണ. അതുപോലത്തെ ഉള്ള പ്രിക്കോഷൻസ് ആണ്. എല്ലാ വീടുകൾക്ക് വേണ്ടി തരംതിരിച്ച് സൈഡ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറകം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്നിട്ട് വേറെ പണിയൊന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കാത്ത ഒരു പ്രോജക്റ്റിന് കേരള ഗവൺമെന്റ് എങ്ങനെ സ്ഥലം എടുക്കും? ആ ചോദ്യത്തിന് മറുപടി പറയണം രാജീവ് ചന്ദ്രശേഖർ. എവിടെയാണെന്നുള്ളതിന്റെ തർക്കം നിൽക്കുന്നത്. മന്ത്രി സുരേഷ് ഗോപി തന്നെ ചിലപ്പോൾ പറയും തൃശ്ശൂരാണെന്ന് പറയും, ചിലപ്പോൾ പറയും കോഴിക്കോടാണെന്ന് പറയും. മാത്രമല്ല, പ്രഖ്യാപിക്കാത്ത പ്രോജക്റ്റിന് എങ്ങനെ സ്ഥലം എടുക്കും? അപ്പൊ അതുകൊണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇതുപോലത്തെ കാര്യങ്ങൾ പറയരുത്. ന്യായീകരിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ആമയുടെ പുറത്തു കയറി സഞ്ചരിക്കുകയാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയും 200 വീടായി. ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ.